രണ്ടാമത് ഇറാൻ അമേരിക്ക പരോക്ഷ ചർച്ച ചൊവ്വാഴ്ച ജനീവയിൽ. ഒമാൻ വിദേശകാര്യമന്ത്രിയായിരിക്കും ഇക്കുറിയും പരോക്ഷ ചർച്ചയുടെ ഇടനിലക്കാരൻ. അതിനിടെ ഇറാന് യുറേനിയം സമ്പുഷ്ടീകരണം വേണ്ടതില്ലെന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ഇറാനിൽ ഒരു ഭരണമാറ്റമാകും ഗുണകരമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ഇറാന്റെ കാര്യത്തിൽ എല്ലാ സാധ്യതകളും ട്രംപ് പരിഗണിക്കുന്നതായും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ഇറാനിൽ US സൈനിക നടപടി ഉടൻ വേണമെന്ന് വിമത നേതാവ് അലി റിസ പഹ്ലവി ആവശ്യപ്പെട്ടു. ഇറാനെ ലക്ഷ്യമിട്ട് ഗൾഫിലേക്ക് മറ്റൊരു കൂറ്റൻ വിമാനവാഹിനി കപ്പലും യുദ്ധസന്നാഹങ്ങളും അമേരിക്ക അയച്ചു. സൈനിക നീക്കം മേഖലയെ മുഴുവൻ ബാധിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. MCA നാസർ വിശദാംശങ്ങളുമായി ദുബായിൽ നിന്നും. MCA, എന്താണ് നിലവിലെ സാഹചര്യം? വീണ്ടും ഒരു യുദ്ധസന്നാഹം അമേരിക്കയുടെ ഭാഗത്തുനിന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ നീക്കങ്ങൾക്ക് പിന്നിലുള്ള അണിയറ നീക്കങ്ങൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ഒരു ഭാഗത്ത് നയതന്ത്ര നീക്കം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തെളിയിക്കുക, അതോടൊപ്പം തന്നെയാണ് ഏറ്റവും കടുത്ത നടപടിക്കും അമേരിക്ക സന്നദ്ധമാണ് എന്ന് ഇറാന് നിരന്തരമായിട്ട് മുന്നറിയിപ്പ് നൽകുക. ഈ രണ്ട് ദിശയിൽ, രണ്ട് തലങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇറാന്റെ കാര്യത്തിൽ ഇപ്പോൾ അമേരിക്കൻ നേതൃത്വം സ്വീകരിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം മസ്കത്തിൽ നടന്ന അമേരിക്ക ഇറാൻ പരോക്ഷ ചർച്ചയിൽ താൻ ഒട്ടും തൃപ്തനല്ല എന്ന കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കൂടി ട്രംപ് നൽകുന്നുണ്ട്. അതിന്റെ ഭാഗം കൂടി ാണ് ഈ പുതിയ ഒരു പടക്കപ്പൽ ജെറാൾഡ് ആർ ഫോർഡ് എന്ന പുതിയ യുദ്ധക്കപ്പൽ കൂടി മേഖലയിലേക്ക് അയക്കാനുള്ള തീരുമാനം. ഏതാണ്ട് 60-ലധികം പോർവിമാനങ്ങൾക്ക് ശേഷിയുള്ള ഒരു കപ്പൽ കൂടിയാണിത്. ഇതുകൂടി വരുന്നതോടുകൂടി കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു ആക്രമണത്തിന് തങ്ങൾ ഒരുക്കമാണ് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇറാന് ഈ ഒരു നടപടിയിലൂടെ അമേരിക്ക നൽകുന്നത്. ഒരു പക്ഷേ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക നടപടിക്കാണ് അമേരിക്ക നീക്കം നടത്തുന്നതെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനീവയിൽ ചൊവ്വാഴ്ച ഇറാൻ അമേരിക്ക പരോക്ഷ ചർച്ച നടക്കാനുള്ള ഒരു തീരുമാനം. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ഒമാന്റെ മധ്യസ്ഥതയിലായിരിക്കും ഈ ചർച്ച നടക്കുക. എന്തായാലും അടിയന്തരമായ ചില സന്ദേശങ്ങൾ ഒമാൻ വിദേശകാര്യമന്ത്രിക്ക് അമേരിക്ക കൈമാറി എന്ന റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും ഇറാൻ നേതൃത്വവുമായിട്ട് ഒമാൻ നേതൃത്വം ഇത് സംബന്ധിച്ച ആശയവിനിമയം തുടരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ബോധ്യപ്പെട്ടതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ നിന്നും കേവലം ആണവ പദ്ധതിയോ ആണവ കരാറിൽ മാത്രം അമേരിക്ക തൃപ്തരാകുന്നില്ല. നേരെ മറിച്ച് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, അതോടൊപ്പം തന്നെ മേഖലയിൽ പ്രോക്സികളെ പിന്തുണയ്ക്കുന്ന ഇറാന്റെ സമീപനം, ഇക്കാര്യത്തിലും കൃത്യമായിട്ടുള്ള ചില തീരുമാനങ്ങൾ, ചില ഉറപ്പുകൾ. മാത്രമല്ല, ഇറാനിൽ ഭരണമാറ്റം വേണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു ട്രംപ്. അപ്പോൾ രണ്ടാം ഘട്ട പരോക്ഷ ചർച്ച ജനീവയിൽ നടക്കുമ്പോൾ ഒമാൻ തന്നെയാണ് അതിന് മധ്യസ്ഥത വഹിക്കുന്നതെങ്കിൽ കൂടിയും ഒന്നാം ഘട്ടത്തിൽ നിന്നുള്ള എന്തെല്ലാം വ്യത്യാസങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാകും? പ്രത്യേകിച്ച് അമേരിക്കയുടെ ആവശ്യങ്ങളിൽ, ഇറാന്റെ ഡിമാൻഡ്സിൽ, ഇതിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും MCA? സൈഫുദ്ദീൻ, ഇറാൻ വളരെ കൃത്യമായി തന്നെ അവരുടെ നിലപാട് നേരത്തെ മുതൽ തന്നെ ആവർത്തിക്കുന്നുണ്ട്. ആണവ കരാറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാകും. ആ ചർച്ചയിൽ പരമാവധി വിട്ടുവീഴ്ചകൾക്ക് തങ്ങൾ ഒരുക്കമാണ്. ആ വിട്ടുവീഴ്ച എന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് ഗണ്യമായിട്ട് കുറയ്ക്കാൻ ഒരുക്കമാണ്. പക്ഷെ അത് കൃത്യമായിട്ടുള്ള ചില ഉപാധികളുടെ പുറത്തായിരിക്കും. അതായത് നേരത്തെയൊക്കെ തങ്ങളുടെ രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഉപരോധങ്ങളുണ്ട്, അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും. ആ ഉപരോധ നടപടികൾ പൂർണ്ണമായിട്ടും പിൻവലിക്കുകയാണെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് പരമാവധി കുറയ്ക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റൊരു കാര്യവും, പ്രധാനമായിട്ടും ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, മേഖലയിലെ പ്രോക്സികളെ പിന്തുണയ്ക്കുന്ന സമീപനം, ഇക്കാര്യത്തിൽ ഇതൊന്നും ഒരു ചർച്ചയിലേക്ക് പോലും കൊണ്ടുവരാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. പക്ഷേ അമേരിക്ക ഇക്കാര്യത്തിൽ, പ്രത്യേകിച്ചും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ 3 മണിക്കൂറിലധികം നേരമാണ് ട്രംപുമായി ചർച്ച നടത്തിയത്. അതിൽ നെതന്യാഹു മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ട്രംപ് മധ്യസ്ഥതയോടെ ആവശ്യപ്പെടുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആ ഉപാധികൾക്ക് ഇറാൻ വഴങ്ങിയിട്ടില്ല എങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകും. നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ ഇറാനിൽ ഒരു ഭരണമാറ്റമാണ് ഏറ്റവും നല്ലത് എന്ന ഒരു പ്രതികരണം കൂടി ട്രംപ് നടത്തിയിരിക്കുന്നു. അപ്പോൾ ആണവ കരാർ രൂപപ്പെടുത്തുകയോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലിന്റെ എണ്ണം കുറയ്ക്കുകയോ അല്ലെങ്കിൽ പ്രോക്സികൾക്കുള്ള പിന്തുണ പിൻവലിക്കുക മാത്രമല്ല, അതുകൊണ്ട് മാത്രം ട്രംപ് തൃപ്തനാകുന്നില്ല. ട്രംപും ഭരണകൂടം
ഭരണകൂടവും ആഗ്രഹിക്കുന്നത് പൂർണ്ണമായും ഈ ഒരു നിലവിലുള്ള പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖാംനെയുടെ ഭരണമാറ്റം തന്നെയാണ്. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ മ്യൂണിക്കിൽ ഇന്ന് ലക്ഷങ്ങൾ പങ്കെടുത്തൊരു റാലി നടന്നു. യൂറോപ്യൻ വംശജരും ആ റാലിയിൽ വലിയ തോതിൽ തന്നെ പങ്കെടുത്തിരുന്നു. അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പഹ്ലവിയുടെ മകൻ അലി റിസ പഹ്ലവി അതിൽ സംസാരിച്ചത്. എത്രയും പെട്ടെന്ന് സൈനിക നടപടി ഇറാന് നേരെ ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥനയാണ് നേരത്തെയുള്ള പ്രസിഡന്റിന്റെ മകൻ വിപ്രവാസ ജീവിതം നയിക്കുന്ന അലി റിസ പഹ്ലവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. യൂറോപ്പിന്റെയും മറ്റു രാജ്യങ്ങളുടെയും പിന്തുണ കൂടി നേടിയെടുത്തുകൊണ്ട് ഇറാനെതിരായിട്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇറാൻ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നയതന്ത്ര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾ ഒരുക്കമാണ്. പക്ഷേ സൈനികമായിട്ടാണ് നീക്കം നടത്തുന്നതെങ്കിൽ അതിശക്തമായിട്ട് തിരിച്ചടിക്കും. അതിൻ്റെ പ്രത്യാഘാതം എന്നത് വളരെ പരിമിതമായിരിക്കില്ല, ഒരുപാട് തലങ്ങളിലേക്ക് അത് വ്യാപിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഏറ്റവും അവസാനമായിട്ട് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി, എന്തായാലും രണ്ടാം ഘട്ട പരോക്ഷ ചർച്ച ജനീവയിൽ വെച്ചാണ് നടക്കുന്നത്. പക്ഷേ ആ ചർച്ച ആദ്യഘട്ട ചർച്ചയിൽ വളരെ പോസിറ്റീവായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാം ഘട്ട ജനീവ പരോക്ഷ ചർച്ചയിലും പോസിറ്റീവായ നീക്കങ്ങൾ നടക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം അമേരിക്ക വീണ്ടും യുദ്ധസന്നാഹങ്ങളുമായി ഇറാനെതിരെ നിലയുറപ്പിക്കുന്നു എന്നത് ആശങ്കാജനകമായ കാര്യവുമാണ്. വിശദാംശങ്ങൾ നൽകിയത് MCA നാസർ. അതിനിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി UAE-യിലെത്തി. അബുദാബിയിൽ സൗഹൃദ സന്ദർശനത്തിനെത്തിയ അദ്ദേഹം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദുമായി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സമാധാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നേതാക്കൾ ചർച്ച ചെയ്തതായി ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. അബുദാബിയിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീമിനെ അൽബത്തിൻ വിമാനത്താവളത്തിൽ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിൻ്റെ പ്രാധാന്യം ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള വഴികളും ആരാഞ്ഞു. വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ്, ദുബൈ കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ, അബുദാബി ഉപഭരണാധികാരിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് തഹ്നൂൻ ബിൻ സായിദ്, ആഭ്യന്തരമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സൈഫ് ബിൻ സായിദ് എന്നിവരും ഷെയ്ഖ് തമീമിനെ വരവേൽക്കാനെത്തിയിരുന്നു. മീഡിയ 1 അബുദാബി. ഗസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ എല്ലാ തടസ്സങ്ങളും നീക്കണമെന്ന് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. എത്യോപ്യയിൽ നടക്കുന്ന ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിയിലാണ് മഹ്മൂദ് അബ്ബാസിന്റെ പ്രതികരണം. ഗസയിലെ ദൈനംദിന ഭരണം ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് കൈമാറണമെന്ന വ്യവസ്ഥ ഉടൻ പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനിടെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. അബ്ബാസ് മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. അബ്ബാസ്, ഗസ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മഹ്മൂദ് അബ്ബാസ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? എന്താണ് ഗസയിലെ സാഹചര്യം? സൈഫുദ്ദീൻ, ആഫ്രിക്കൻ യൂണിയൻ സമ്മിറ്റിൽ എത്യോപ്യയിൽ നടക്കുന്ന ഈ സമ്മിറ്റിൽ വെച്ചാണ് ഇസ്രായേലിന്റെ നിലപാടുകളെ വിമർശിച്ച് ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മഹ്മൂദ് അബ്ബാസ് രംഗത്ത് വന്നത്. മഹ്മൂദ് അബ്ബാസിന്റെ പ്രസംഗം ഫലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ വായിക്കുകയായിരുന്നു. അതിൽ പ്രധാനമായിട്ടും മഹ്മൂദ് അബ്ബാസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഒരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി വന്ന മാനദണ്ഡങ്ങളൊന്നും ഇസ്രായേൽ പാലിക്കുന്നില്ല. അതിന് തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ തടസ്സങ്ങൾ നീക്കണം എന്നുള്ളതാണ് മഹ്മൂദ് അബ്ബാസിന്റെ ആവശ്യം. നമ്മൾ ഇതിന്റെ ഒരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് വ്യക്തമാകുന്ന കാര്യം കൂടിയാണ്. കാരണം ഒക്ടോബർ 10-നാണ് ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നത്. ഇസ്രായേലും അതുപോലെ ഹമാസും തമ്മിലുള്ള ഈ വെടിനിർത്തൽ കരാർ പ്രകാരം നിരവധി കാര്യങ്ങൾ ഇതിൽ പാലിക്കാനുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങുക, അതുപോലെ ബന്ദികളുടെ അവസാനത്തെ അവശേഷിപ്പുകൾ കൈമാറിയാൽ റഫ അതിർത്തി തുറക്കുക. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഗസയിലെ ദൈനംദിന ഭരണം ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് കൈമാറുക എന്നുള്ളതൊക്കെയായിരുന്നു. ഇതിൽ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്
ഗസയിൽ നിന്നുള്ള അവസാനത്തെ ബന്ദിയുടെ അവശേഷിപ്പും ഇസ്രായേൽ ലഭിച്ചു കഴിഞ്ഞു. ബെൻ ഗവർ എന്ന് ഇസ്രായേൽ പോലീസുകാരന്റെ ഒരു അവസാനത്തെ അവശേഷിപ്പ് കിട്ടിയ സാഹചര്യത്തിൽ റഫ അതിർത്തി തുറക്കാൻ ഇസ്രായേൽ തയ്യാറായി. എന്നാൽ വളരെ പരിമിതമായ അളവിൽ മാത്രമാണ് റഫയിലെ അതിർത്തി ക്രോസിംഗിലൂടെയുള്ള ഫലസ്തീനുകളുടെ യാത്ര നിലവിൽ നടക്കുന്നത്. ആദ്യത്തെ ഒരു 10 ദിവസത്തിൽ 275 പേർ മാത്രമാണ് ഇതുവഴി കടന്നു പോയത് എന്നാണ് അധികൃതർ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നേരത്തെ ഉദ്ദേശിച്ചതിലും 27% മാത്രമാണ് ഉള്ളത് എന്നുകൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഒരു റഫ അതിർത്തി തുറക്കുക എന്നുള്ളത് ഫെബ്രുവരി 1 യാഥാർത്ഥ്യമാവുകയും അതുവഴിയുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്, പരിമിതമായ അളവിലെങ്കിലും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത് ഗസയിലെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അത് ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് കൈമാറുക എന്നുള്ളതാണ്. അലി ഷാസ് എന്ന് പറയുന്ന ഫലസ്തീൻ അതോറിറ്റിയുടെ മുൻ മന്ത്രി, ഈ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു 15 അംഗ സമിതി ഇക്കാര്യത്തിനായി രൂപം കൊണ്ടിട്ടുണ്ട്. ഇത് കൈറോ ആസ്ഥാനമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനുവരി 16 ഈ ഒരു സമിതിയുടെ ആദ്യത്തെ യോഗം നടന്നത്. ഈ ഒരു സമയത്ത് രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി ഇവരുടെ പ്രവർത്തന മേഖല ഗസയിലേക്ക് വരേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇതിന് ഇസ്രായേൽ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മഹ്മൂദ് അബ്ബാസ് പ്രധാനമായിട്ടും ആരോപണം ഉന്നയിക്കുന്നത്. അതൊരു വസ്തുതയുമാണ്. കഴിഞ്ഞ ദിവസം ഈ ടെക്നോക്രാറ്റിക് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള അലി ഷാസ് ഈ റഫ അതിർത്തി ക്രോസിംഗിൽ വന്നു പോവുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അഥവാ റഫ അതിർത്തി ക്രോസിംഗ് നിലവിൽ നമുക്കറിയാം അത് മെഡിക്കൽ ഇവാക്വേഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാൽനട യാത്രക്കാർ മാത്രമാണ് അതുവഴി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് റഫ വലിയ ട്രക്കുകൾക്ക് കൂടി തുറന്നു കൊടുക്കണം എന്നുള്ളത് ഏറെക്കാലമായിട്ട് അറബ് രാജ്യങ്ങളും അതുപോലെ അന്താരാഷ്ട്ര സമൂഹവും ആവശ്യപ്പെടുന്നതാണ്. അതിന് ആ തരത്തിലൊരു നീക്കത്തിലേക്ക് അത് തുറന്നു കൊടുക്കാൻ ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഈ എയ്ഡ് മൂവ്മെന്റുകൾ ഉണ്ടായാൽ മാത്രമേ, ഈ ട്രക്കുകളുടെ മൂവ്മെന്റുകൾ ഉണ്ടായാൽ മാത്രമേ നിലവിൽ ഫലസ്തീൻ ഗസക്കാർ അനുഭവിക്കുന്ന പ്രശ്നത്തിന് വലിയ ഒരു അളവിൽ പരിഹാരം ഉണ്ടാകും. അതിൽ പ്രധാനമായും ഗസക്കാർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ അടിയന്തരമായിട്ട് ഭക്ഷണം, മരുന്ന്, അതുപോലെയുള്ള അവശ്യ വസ്തുക്കൾ എത്തിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഗസയുടെ പുനർനിർമ്മാണമാണ്. ഈ ഗസയുടെ പുനർനിർമ്മാണം സാധ്യമാകണമെങ്കിൽ അവിടേക്ക് വലിയ വലിയ സാമഗ്രികൾ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ട്രക്കുകൾ അതുവഴി കടത്തിവിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതിന്റെ ഒരു മേൽനോട്ടത്തിന് വേണ്ടി അലി ഷാസ് കഴിഞ്ഞ ദിവസം ഈ റഫ ബോർഡർ ക്രോസിംഗിൽ എത്തിയിരുന്നു. പക്ഷേ ഈ ഒരു കമ്മിറ്റിയുടെ പ്രവർത്തനം ഇതുവരെ ഗസയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കമ്മിറ്റിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് ഉള്ള ആ ഒരു ആവശ്യം കൂടിയാണ് ഈ ഒരു നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഫോർ ഗസ NCAG എന്ന പേരിലാണ് ഈ ഒരു സമിതി രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സമിതിക്കാണ് ഈ ഒരു ടെക്നോക്രാറ്റിക് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഏതായാലും ഇതിന്റെ ഒരു പ്രവർത്തനമാണ് ഇനി അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവേണ്ടത്. ഹമാസ് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്, നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അനുകൂലമായ നിലപാടല്ല നിലവിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. പതിവ് പോലെ തന്നെ ഇന്നും ഇസ്രായേലിന്റെ ആക്രമണം ഗസയിൽ ഉണ്ടായി എന്നുള്ളതാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള ആക്രമണം ഇന്നും തുടരുന്നു എന്നുള്ളത് വളരെ വളരെ ദുഃഖകരമായ ഒരു സത്യം കൂടിയാണ്. കാരണം ഇതുവരെ 591 ആളുകളാണ് ഈ ഒക്ടോബർ 10 നിലവിൽ വന്ന രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിന് ശേഷം ഗസയിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം 1500-ലേറെ ആളുകൾക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്തു. ആകെ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ എന്ന് പറയുന്നത് 72,000 കവിഞ്ഞു. ആകെ പരിക്കേറ്റവർ 1,71,000 കഴിഞ്ഞു. ഈ ഒരു സാഹചര്യമാണ് നിലവിൽ ഗസയിലുള്ളത്. ഏതായാലും ഇന്ന് ഫലസ്തീൻ പ്രസിഡന്റ് ഉന്നയിക്കുന്ന ആവശ്യം വളരെ ന്യായമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അന്താരാഷ്ട്ര സമൂഹം നേരത്തെ ഇത് ആവശ്യപ്പെടുന്നതാണ്. ഇക്കാര്യത്തിൽ ഒരു ഫലപ്രദമായ ഒരു ഇടപെടൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അബ്ബാസ് മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് ദോഹയിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ സംഭാഷണത്തിലൂടെയാണ് പരിഹരിക്കേണ്ടതെന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരി. അതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ഖത്തർ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മ്യൂണിച്ചിൽ നടക്കുന്ന സെക്യൂരിറ്റി കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മാജിദ് അൽ അൻസാരി. നിർണായക ഘട്ടത്തിലൂടെയാണ് പശ്ചിമേഷ്യ നിലവിൽ കടന്നുപോകുന്നത്. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും താൽപര്യം സമാധാനമാണ്, സംഘർഷമല്ല. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം പിന്തുണ നൽകേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവാസികളിൽ നിന്നും സ്ഥാനാർത്ഥികൾ ഉണ്ടായേക്കാമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ ശിഹാബ് തങ്ങൾ. പ്രവാസികളോട് ലീഗിന് നീതി പുലർത്താനായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം.
പ്രവാസികളോട് ലീഗ് എക്കാലവും നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ബൈത്തുർ റഹ്മ CH സെന്റർ പോലുള്ള പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് പ്രവാസികളാണ്. പ്രവാസികൾക്കുള്ള അംഗീകാരങ്ങൾ പാർട്ടി നേരത്തെയും നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുമ്പോൾ പ്രവാസികളിൽ നിന്നും സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നും മുനവർ തങ്ങൾ മീഡിയ വൺ സ്റ്റോറിയിൽ പറഞ്ഞു. പ്രവാസികളോട് മുസ്ലിം ലീഗിൻ്റെ KMCC ഘടകങ്ങളോടൊക്കെ ലീഗ് നീതി ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ മറുപടി? ഇല്ല, പ്രവാസികളുടെ എല്ലാ കാര്യത്തിലും നമ്മൾ നീതി പുലർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബൈത്തുർ റഹ്മ പദ്ധതികൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചിട്ടുള്ളതൊക്കെ പ്രവാസികളായിരിക്കണം. എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് വീടില്ലാതെ ഞങ്ങളുടെ പിതാവിൻ്റെ പേരിൽ നമ്മൾ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ ഓരോ പഞ്ചായത്തിലോ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇന്ന് എത്ര വീടുകളുണ്ടെന്ന് പോലും നമുക്ക് എണ്ണാൻ സാധിച്ചില്ല. 10,000-കണക്കിന് വീടുകൾ ഇപ്പോൾ ആയിട്ടുണ്ടാവും. അപ്പോൾ CH സെൻ്ററുകൾ നടത്തിയിട്ടുള്ള ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ആതുര രംഗത്ത്, അപ്പോൾ ഇതൊക്കെ ചാലകശക്തിയായി പ്രവർത്തിച്ചിട്ടുള്ളത് തീർച്ചയായും പ്രവാസികൾ തന്നെയാണ്. പ്രവാസികൾക്കുള്ള അംഗീകാരങ്ങൾ പാർട്ടി നേരത്തെ കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും തന്നെയാണ് പാർട്ടി തീരുമാനിക്കുക. ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലും അത് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റും. നമുക്ക് പ്രതീക്ഷിക്കാം. അതൊക്കെ ഒരു പാർട്ടി അതിനുള്ള തീരുമാനങ്ങളും ഒക്കെ ചർച്ചകളൊക്കെ നടത്തുമ്പോൾ അതൊരു അഡ്വാൻറ്റേജായി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ്. പാർട്ടി എല്ലാ എലമെൻറ്റിനെയും പാർട്ടി അംഗീകരിക്കുന്നതാണ്. നേരത്തെ KMCC നേതാക്കളെ പാർട്ടി അംഗീകാരം കൊടുത്തിട്ടുണ്ട്, അവരെ പരിഗണിച്ചിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. സൗദിയിൽ വിസ കാലാവധി കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകാത്തവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് മന്ത്രാലയം. ഉംറ വിസയിലെത്തിയ എല്ലാവരും ഏപ്രിൽ 18 മുമ്പായി നാട്ടിലേക്ക് മടങ്ങണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങിയാൽ സ്പോൺസർമാർക്കും റിക്രൂട്ടർമാർക്കും വൻതുക പിഴയും ജയിൽ ശിക്ഷയും നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. വിസ കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങിപ്പോകാത്ത പ്രവാസികളെക്കുറിച്ച് വിവരമറിയിക്കാത്ത സ്പോൺസർമാർക്കും റിക്രൂട്ടർമാർക്കുമാണ് കടുത്ത ശിക്ഷ. 50,000 റിയാൽ പിഴയും 6 മാസം വരെ തടവുമാണ് ശിക്ഷയായി ലഭിക്കുക. നാഷൻ വിത്തൌട്ട് വയലേറ്റേഴ്സ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. ഹജ്ജിന് മുന്നോടിയായി ഉംറ വിസക്കാർ ഏപ്രിൽ 18 രാജ്യത്തുനിന്ന് മടങ്ങണമെന്നുമാണ് നിർദ്ദേശം. അതോടൊപ്പം സന്ദർശക വിസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാലാവധി കഴിഞ്ഞവർക്ക് അത് പുതുക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പലരോടും ജവാസത്തിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം നൽകുന്നത്. എല്ലാ ജവാസത്തുകളിലും ഈ അപേക്ഷകൾ സ്വീകരിക്കുന്നുമില്ല. ആദ്യ തവണയുള്ള പുതുക്കൽ മാത്രമാണ് നിലവിൽ നടക്കുന്നതും. ഹജ്ജിന് മുന്നോടിയായിട്ടാണ് ഈ ക്രമീകരണങ്ങൾ എന്നാണ് കരുതുന്നതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. മീഡിയ വൺ, ജിദ്ദ. വികസനത്തിന്റെ ഭാഗമായി 7 സൗദി റിയൽ എസ്റ്റേറ്റ് വികസനത്തിന്റെ ഭാഗമായി 7 സൗദി റിയൽ എസ്റ്റേറ്റ് കമ്പനികളുമായി ധാരണയിലെത്തി റിയാദ് അന്താരാഷ്ട്ര വിമാനത്താവളം. 3 പുതിയ ടെർമിനലുകളും 6 റൺവേകളും പുതുതായി നിർമ്മിക്കും. 57 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലായിരിക്കും വികസന പ്രവർത്തനങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിലൊന്നായി മാറാനൊരുങ്ങുകയാണ് റിയാദിലെ കിങ് സൽമാൻ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇതിനായുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. 7 പ്രമുഖ സൗദി റിയൽ എസ്റ്റേറ്റ് കമ്പനികളുമായാണ് ധാരണ. സുമോ ഹോൾഡിംഗ്, മുഹമ്മദ് അൽ ഹബീബ് ഇൻവെസ്റ്റ്മെന്റ്, കിനാൻ, അജിദാൻ, റിറ്റാൽ, ഉർജ്വാൻ, ഒസൂസ് എന്നിവയാണ് ധാരണയായ കമ്പനികൾ. നിലവിലുള്ള ടെർമിനലുകൾക്ക് പുറമെ 3 പുതിയ ടെർമിനലുകളും 6 റൺവേകളും സജ്ജമാക്കും. 57 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് വിമാനത്താവളം വികസിപ്പിക്കുക. 12 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം റിയൽ എസ്റ്റേറ്റ് വികസനത്തിനായി നീക്കിവെക്കും. ഇവിടെ സ്ഥാപിക്കുക ആധുനിക താമസ കേന്ദ്രങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, ഓഫീസുകൾ, ഹോട്ടലുകൾ എന്നിവയായിരിക്കും. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെയായിരിക്കും നിർമ്മാണം. 30 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഒരുക്കുന്ന സാമ്പത്തിക ലോജിസ്റ്റിക്സ് സോണുകളും പദ്ധതിയുടെ ഭാഗമാണ്. പദ്ധതി പൂർത്തിയായാൽ പ്രതിവർഷം 10 കോടി യാത്രക്കാരെയും 20 ലക്ഷം ടൺ ചരക്കും കൈകാര്യം ചെയ്യാൻ വിമാനത്താവളം സജ്ജമാകും. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ വൺ, റിയാദ്. UAE സ്കൂളുകളിൽ നിർമ്മിത ബുദ്ധിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. 13 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾ AI ടൂളുകൾ ഉപയോഗിക്കുന്നത് വിലക്കുന്നതടക്കം നിയന്ത്രണങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം ചട്ടക്കൂട് തയ്യാറാക്കി. ക്ലാസ് മുറികളിലെ AI ഉപയോഗം സംബന്ധിച്ച് UAE വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ മാനുവലിലാണ് നിയന്ത്രണങ്ങൾ വിശദീകരിക്കുന്നത്. 13 വയസ്സിന് താഴെയും ഗ്രേഡ് 7 താഴെയും പ്രവേശനം നേടുന്നവരും AI ടൂളുകൾ ഉപയോഗിക്കുന്നത് വിലക്കുന്നതാണ് പ്രധാന നിർദ്ദേശം. അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്താനും കുട്ടികളെ മോശം പ്രവണതകളിൽ നിന്ന് അകറ്റാനുമാണ് ഇത് ലക്ഷ്യമിടുന്നത്. അസൈൻമെന്റുകൾ, ഗവേഷണ പ്രൊജക്റ്റുകൾ, റിപ്പോർട്ടുകൾ പോലുള്ളവ ചെയ്യുമ്പോൾ AI ഉപയോഗിക്കുന്നത്
പഠന പ്രക്രിയയെ ദുർബലമാക്കും. AI ഉപയോഗിച്ചാണെന്ന് വെളിപ്പെടുത്താതെയും അധ്യാപകരുടെ മുൻകൂർ അനുമതിയില്ലാതെയും AI ഉപയോഗിക്കുന്നത് അക്കാദമിക് സത്യസന്ധതയെ ബാധിക്കുന്നുണ്ടെന്ന് മന്ത്രാലയം വിലയിരുത്തി. പരീക്ഷകളിലും മറ്റു വിലയിരുത്തലുകളിലും AI ടൂളുകൾ ഉപയോഗിക്കുന്നത് മാർഗനിർദ്ദേശങ്ങളിൽ വിലക്കുന്നുണ്ട്. അംഗീകാരമില്ലാത്ത ജനറേറ്റീവ് AI പ്ലാറ്റ്ഫോമുകൾ, VPN എന്നിവയുടെ ഉപയോഗത്തിനും നിയന്ത്രണമുണ്ടാകും. മീഡിയ 1, ദുബായ്. ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ സൗദി സംഘം പങ്കെടുക്കും. സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക. ഫെബ്രുവരി 16 മുതൽ 20 വരെ നടക്കുന്ന ഫോറത്തിന്റെ അവസാന 2 ദിവസങ്ങളിലാണ് സൗദി സംഘം പങ്കെടുക്കുക. ന്യൂഡൽഹിയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ സൗദി അറേബ്യ പങ്കെടുക്കും. രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി സംഘമാണ് ഉച്ചകോടിയുടെ ഭാഗമാകുക. ഫെബ്രുവരി 16 മുതൽ 20 വരെ നടക്കുന്ന സംഗമത്തിൽ SDAA പ്രസിഡന്റ് ഡോക്ടർ അബ്ദുള്ള അൽ ഗാംദി സൗദിയുടെ ഉന്നതതല സംഘത്തെ നയിക്കും. ഉച്ചകോടിയുടെ അവസാന 2 ദിനങ്ങളിലാണ് സംഘം ഡൽഹിയിലെത്തുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വികസനം, സ്വാധീനം, സാമൂഹിക ശാക്തീകരണം, AI സുരക്ഷ, വിഭവങ്ങളുടെ തുല്യമായ വിതരണം എന്നിവയെക്കുറിച്ച് ലോക നേതാക്കളുമായി സംഘം ചർച്ച നടത്തും. നൂതന സാങ്കേതിക വിദ്യകൾ ഭരണതലത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുവെന്നും സൗദി സംഘം ഉച്ചകോടിയിൽ വിശദീകരിക്കും. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദം. ന്യൂഡൽഹിയിൽ ഈ മാസം 16 ആരംഭിക്കുന്ന AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പങ്കെടുക്കും. UAE പ്രസിഡന്റിന്റെ പ്രതിനിധിയായാണ് ഷെയ്ഖ് ഖാലിദ് ഉച്ചകോടിയിലെത്തുക. നവീന സാങ്കേതിക വിദ്യകളിൽ സഹകരണം ശക്തിപ്പെടുത്താനും സുസ്ഥിര വികസനത്തിന് AI ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനുമാണ് UAE ലക്ഷ്യം വെക്കുന്നത്. 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ദുബായിൽ പ്രവർത്തന കാലാവധി പിന്നിട്ട ഡെലിവറി ബൈക്കുകൾക്ക് 1 വർഷം കൂടി രജിസ്ട്രേഷൻ നീട്ടി നൽകാൻ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അനുമതി നൽകും. മാനദണ്ഡങ്ങൾക്ക് വിധേയമാണ് ബൈക്കുകൾക്ക് രജിസ്ട്രേഷൻ നീട്ടി നൽകുക. ദുബൈയിൽ ഡെലിവറി ബൈക്കുകൾക്ക് നിലവിലെ പ്രവർത്തന കാലാവധി 4 വർഷമാണ്. എന്നാൽ സാങ്കേതികമായി പ്രവർത്തനക്ഷമമാണെന്ന് ബോധ്യപ്പെട്ടാൽ 1 വർഷം കൂടി കാലാവധി നീട്ടി നൽകാനാണ് RTA തീരുമാനം. 5-ാം വർഷത്തേക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ ബൈക്കുകൾ സുരക്ഷിതവും ഡെലിവറിക്ക് അനുയോജ്യവുമാണെന്ന് ഉറപ്പാക്കുന്ന പരിശോധനകൾ പൂർത്തിയാക്കണം. ഇതിനായി RTA വെബ്സൈറ്റിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹനം പരിശോധിക്കാനും രജിസ്ട്രേഷൻ പുതുക്കാനുമുള്ള ഫീസ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ RTA പിന്നീട് അറിയിക്കും. മീഡിയ 1, ദുബായ്. 2025 കുവൈത്തിൽ ക്രെഡിറ്റ് കാർഡ് ചെലവ് 5.3 ബില്യൺ ദിനാറായി ഉയർന്നതായി റിപ്പോർട്ട്. 2024 അപേക്ഷിച്ച് ചെലവിൽ 13% വർധനയുണ്ടായതായാണ് റിപ്പോർട്ട്. കുവൈത്ത് സെൻട്രൽ ബാങ്ക് കണക്കുകൾ പ്രകാരം വർഷം മുഴുവൻ ചെലവിൽ സ്ഥിരമായ ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേനൽക്കാല യാത്രകളും ഉപഭോക്തൃ ചെലവുകളും വർഷാവസാന ഓഫറുകളും വർധനവിന് കാരണമായതായും വിലയിരുത്തൽ. ഉപഭോക്തൃ ഇടപാടുകളിൽ തുടർച്ചയായ വളർച്ചയുണ്ടായതാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ക്യാൻസറിന് കാരണമാകുന്നതായി കണ്ടെത്തിയതോടെ സൗദിയിൽ ആസ്പെറ്റോസിന്റെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കാൻ നടപടി തുടങ്ങി. പുതിയ ഉൽപാദന നിരോധനത്തിന് പുറമെ നിലവിലുള്ളവ സംസ്കരിക്കാനും പദ്ധതിയുണ്ട്. ഇതിനായി സൗദി മന്ത്രിസഭയ്ക്ക് കീഴിൽ പ്രത്യേക സമിതി രൂപീകരിച്ചു. കെട്ടിട നിർമ്മാണ മേഖലയിലും വ്യവസായങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ആസ്ബെറ്റോസ് ലോകമെമ്പാടും പ്രതിവർഷം 2 ലക്ഷത്തിലധികം മരണങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങളും ഇക്കാര്യം ശരിവെക്കുന്നു. ശ്വാസകോശം, തൊണ്ട, അണ്ഡാശയ ക്യാൻസറുകൾക്ക് ആസ്ബെറ്റോസ് കാരണമാകുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഇതിൽ തന്നെ ജോലിസ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസർ മരണങ്ങളിൽ 70% ആസ്ബെറ്റോസ് വഴിയാണ്. ആസ്ബെറ്റോസ് ഉപയോഗിച്ച പഴയ കെട്ടിടങ്ങൾ പൊളിക്കുമ്പോഴും അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോഴുമാണ് കൂടുതൽ അപകട സാധ്യത. ഈ പശ്ചാത്തലത്തിലാണ് സൗദിയുടെ നീക്കം. 1990-കൾക്ക് മുമ്പേ നിർമ്മിച്ച ജിപ്സം ബോർഡുകളിലും ആസ്ബെറ്റോസ് ഉപയോഗിച്ചിരുന്നു. ഇതിനാൽ തന്നെ 1990-ന് മുന്നേയുള്ള സൗദിയിലെ പഴയ കെട്ടിടങ്ങളിൽ ഇവയുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇവ നശിപ്പിക്കാതിരുന്നാലും അപകട സാധ്യതയുണ്ട്. ഇതെല്ലാം മന്ത്രിസഭാ കമ്മിറ്റി പരിശോധിച്ച് നടപടിയെടുക്കും. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, ഖനന തൊഴിലാളികൾ എന്നിവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും. നിലവിൽ ലോകത്തെ 50-ലധികം രാജ്യങ്ങൾ ആസ്ബെറ്റോസ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ആസ്ബെറ്റോസിന് പകരം ബദൽ പദാർത്ഥങ്ങൾ നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കാനാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. പഴയ കെട്ടിടങ്ങളിൽ നിലവിലുള്ള ആസ്ബെറ്റോസ് നീക്കം ചെയ്യുന്നതാണ് ഇനി നേരിടാനുള്ള പ്രധാന വെല്ലുവിളിയെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.
ദേശീയ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി കുവൈത്ത് മുനിസിപ്പാലിറ്റി ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് മാർഗനിർദ്ദേശം പുറത്തിറക്കി. പതാകയുടെ അന്തസ്സും പ്രതീകാത്മകതയും സംരക്ഷിക്കാൻ ഔദ്യോഗിക ചട്ടങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പതാക ശരിയായ രീതിയിൽ ഉയർത്തുകയും വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. കീറിയതോ തലകീഴായതോ ആയ പതാക ഉപയോഗിക്കൽ, നിലത്ത് തൊടാൻ അനുവദിക്കൽ, പരസ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കൽ എന്നിവ നിയമലംഘനങ്ങളാണെന്ന് മുന്നറിയിപ്പ് നൽകി. ദേശീയാഘോഷങ്ങളിൽ പതാകയെ ബഹുമാനിക്കണമെന്ന് പൊതുജനങ്ങളോട് മുനിസിപ്പാലിറ്റി അഭ്യർത്ഥിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് കുവൈത്ത് അംഗീകരിച്ചു. മൊത്തം വരുമാനം ഏകദേശം 16.3 ബില്യൺ ദിനാറായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇത് മുൻ വർഷത്തേക്കാൾ കുറവാണ്. മൊത്തം ചെലവ് 26.1 ബില്യൺ ദിനാറായി ഉയരുമെന്നും ശമ്പളവും സബ്സിഡികളും പ്രധാന വിഹിതമാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ബജറ്റ് കമ്മി 9.8 ബില്യൺ ദിനാറായി ഉയരുമെന്നാണ് പ്രവചനം. എണ്ണ വരുമാനമാണ് വരുമാനത്തിന്റെ വലിയ പങ്ക് വഹിക്കുന്നത്. അതേസമയം എണ്ണ ഇതര വരുമാനവും വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. പൊതുചെലവുകൾ നിലനിർത്താനും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ് പുതിയ ബജറ്റ് ലക്ഷ്യം വെക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒമാനിൽ ഫാക് കുർബ ക്യാമ്പയിനിലൂടെ 8198 പേരെ മോചിപ്പിച്ചു. ചെറിയ കുറ്റങ്ങൾക്ക് പിഴ അടക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ജയിലുകളിൽ കഴിയുന്നവരെ മോചിതരാക്കാൻ സഹായിക്കുന്നതാണ് ക്യാമ്പയിൻ. ഒമാനി ലോയേഴ്സ് അസോസിയേഷനാണ് സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. 2012 തുടങ്ങിയ ഫാക് കുർബ ക്യാമ്പയിന് ഇത്തവണയും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ആയിരക്കണക്കിന് പേരെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉറ്റവരുടെ സ്നേഹത്തണലിലേക്ക് മടക്കിയെത്തിക്കാൻ സാധിച്ചത്. 13ാമത് പതിപ്പിന് ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാൻ അബ്ദുസലാം ബിൻ മുഹമ്മദ് അൽ മുർഷിയുടെ രക്ഷകർത്തത്തിൽ തുടക്കമായി. 12ാം പതിപ്പിൽ 1088 പേരെയാണ് മോചിപ്പിച്ചത്. പദ്ധതി രാജ്യത്തെ മാതൃകാപരമായ മനുഷ്യാവകാശ സാമൂഹിക പ്രവർത്തനമായി മാറിയിട്ടുണ്ട്. ഔദ്യോഗിക സാമൂഹിക മേഖലയുടെ സംയുക്ത സഹകരണമാണ് പദ്ധതിയുടെ തുടർച്ചയായ വിജയത്തിന് പിന്നിലെന്ന് ഒമാനി ലോയേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ ഹമദ് ബിൻ ഹംദാൻ അൽ റുബൈ പറഞ്ഞു. പദ്ധതിക്ക് പൊതു സ്വകാര്യ മേഖലയിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കാറുള്ളത്. പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചാണ് ചെറിയ കുറ്റങ്ങൾക്ക് പിഴ അടക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കാറുള്ളത്. മീഡിയ 1 മസ്കത്ത്. സൗദിയിൽ റോഡ് സുരക്ഷാ ക്യാമ്പയിൻ തുടരുന്നു. റോഡ് അതോറിറ്റി നടത്തുന്ന ക്യാമ്പയിൻ ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ 12,000-ലേറെ പരിശോധനകൾ പൂർത്തിയാക്കി. രാജ്യത്തെ റോഡുകളുടെ സുരക്ഷയും ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ. ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രാലയത്തിന് കീഴിൽ റോഡ്സ് ജനറൽ അതോറിറ്റി സംഘടിപ്പിച്ചു വരുന്ന ക്യാമ്പയിൻ രാജ്യത്ത് തുടരുന്നു. ക്യാമ്പയിന് തുടക്കമിട്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ 12,157 പരിശോധനകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിച്ചതായി അതോറിറ്റി വെളിപ്പെടുത്തി. റിയാദ് പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ പരിശോധന സംഘടിപ്പിച്ചത്, 2059. മദീന പ്രവിശ്യയിൽ 1578, മക്ക പ്രവിശ്യയിൽ 1511, അൽഖസീമിൽ 1421, കിഴക്കൻ പ്രവിശ്യയിൽ 1040 പരിശോധനകൾ പൂർത്തിയാക്കി. രാജ്യത്തെ റോഡുകളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉയർത്തുന്നതിന്റെ ഭാഗമാണ് നടപടി. നഗരപരിധിക്ക് പുറത്തുള്ള റോഡുകളിലാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രാലയ ഉദ്യോഗസ്ഥർ, സർവകലാശാല വിദ്യാർത്ഥികൾ, റോഡ് സുരക്ഷാ സേന, കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന 620-ലധികം അംഗങ്ങളാണ് പരിശോധനയുടെ ഭാഗമാകുന്നത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. റിയാദിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ പാർക്കിങ്ങിന് പെർമിറ്റ് നിർബന്ധമാക്കി. കിങ് സൽമാൻ റോഡ്, കിങ് അബ്ദുള്ള റോഡ് ഉൾപ്പെടെ ഭാഗങ്ങളിൽ വീടുകളോട് ചേർന്ന് മറ്റുള്ളവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കില്ല. നിയമം ലംഘിച്ചാൽ വാഹനങ്ങൾ തൂക്കിയെടുത്ത് നീക്കം ചെയ്യും. പെർമിറ്റ് ലഭിക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമേ വീടുകളോട് ചേർന്ന് പാർക്ക് ചെയ്യാൻ കഴിയൂ. റിയാദിൽ 3 മേഖലകളിൽ കൂടിയാണ് പെർമിറ്റ് സംവിധാനം നടപ്പാക്കുന്നത്. കിങ് സൽമാൻ, കിങ് അബ്ദുള്ള, അൽ മുഹമ്മദിയ എന്നീ ഭാഗങ്ങളിൽ നാളെ മുതൽ നിയന്ത്രിത പാർക്കിംഗ് സംവിധാനം പ്രാബല്യത്തിലാകും. നേരത്തെ അൽ വുറൂദ്, അൽ റഹ്മാനിയ, അൽ മുറൂജ്, അൽ ഉല, അൽ സുലൈമാനിയ ഭാഗങ്ങളിൽ ഇത് നടപ്പാക്കിയിരുന്നു. സംഗതി സിമ്പിളാണ്. ഈ പ്രദേശത്ത് വീടുകളോടും താമസ സ്ഥലങ്ങളോടും ചേർന്ന് മറ്റുള്ളവർ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. ഈ പ്രദേശങ്ങളിലെ താമസക്കാർക്കും അവരെ സന്ദർശിക്കാൻ വരുന്നവർക്കും സൗജന്യ പെർമിറ്റ് നൽകും. പല ആളുകളും ജോലിസ്ഥലത്ത് പാർക്കിംഗ് ഇല്ലാതെ വരുമ്പോൾ താമസ സ്ഥലങ്ങളോട് ചേർന്നൊക്കെ വാഹനം പാർക്ക് ചെയ്യാറുണ്ട്. ഇനി പെർമിറ്റ് ഇല്ലാതെ മുകളിൽ പറഞ്ഞ പ്രദേശത്ത് വാഹനം നിർത്തിയാൽ വാഹനം തൂക്കും. പിഴയും നീക്കം ചെയ്യാനുള്ള സംഖ്യയും അടച്ചാലേ വാഹനം തിരികെ ലഭിക്കൂ. അനധികൃത പാർക്കിംഗ് തടയുക, കെട്ടിടങ്ങളിലെ താമസക്കാർക്ക് പാർക്കിംഗ് ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. നാഷണൽ അഡ്രസ് രജിസ്ട്രേഷനുള്ള താമസക്കാർക്ക് വാഹന നമ്പറും സന്ദർശകരുടെ വാഹന നമ്പറും എല്ലാം ഇതിൽ രജിസ്റ്റർ ചെയ്തിടാം. വൈകാതെ റിയാദിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് സൗജന്യ പെർമിറ്റ് പാർക്കിംഗും പേ പാർക്കിംഗും എത്തും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ദേശീയ കായിക ദിനാഘോഷത്തോടനുബന്ധിച്ച് ഖത്തറിലെ
സ്പെയിൻ ആരാധകർ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ലിഗാഡെ SFFQ സീസൺ 3 എന്ന പേരിലായിരുന്നു ടൂർണമെന്റ്. ഖത്തർ ബോക്സിംഗ് താരം ഹാക്കൻ നൂറൈദീൻ ഉദ്ഘാടനം ചെയ്തു. 8 ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ എൽ നിനോ ഗ്ലോബൽ ടെക് സൊല്യൂഷൻ ചാമ്പ്യന്മാരായി. എൽ ക്യാപിറ്റാനോ മാർക്കാണ് റണ്ണറപ്പ്. മികച്ച കളിക്കാരനായി ഉമർ കാസിമിനെ തെരഞ്ഞെടുത്തു. ആകാശ് ആണ് ടോപ്പ് സ്കോറർ. മികച്ച ഗോൾ കീപ്പറായി ദാനിയെയും തെരഞ്ഞെടുത്തു. ഷെഫിൻ, ഷഹാം, റജ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒമാനി സഞ്ചാരികളുടെ ഇഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും. 2024 മാത്രം 77,000 ഒമാനികളാണ് ഇന്ത്യയിലെത്തിയത്. പട്ടികയിൽ ഒന്നാമത് UAE ആണ്. 2024 ഒമാനി സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സന്ദർശിച്ച രാജ്യങ്ങൾ യഥാക്രമം UAE, സൗദി അറേബ്യ, ഇന്ത്യ എന്നിങ്ങനെയാണ്. 77,000 ഒമാനികളാണ് ഇന്ത്യയിലെത്തിയത്. ചികിത്സ, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി ഇന്ത്യ തിരഞ്ഞെടുക്കുന്ന ഒമാനികളുടെ എണ്ണത്തിലും വർധനവുണ്ട്. മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയാണ് ഒമാനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക സാമ്പത്തിക ബന്ധവും സഞ്ചാരികളുടെ ഒഴുക്കിന് പ്രധാന കാരണമാണ്. 2024 മാത്രം അന്താരാഷ്ട്ര യാത്രക്കായി ഒമാനികൾ ചെലവഴിച്ച ആകെ തുക പൗരന്മാരുടെ മൊത്തം വിദേശയാത്രാ ചെലവിൻ്റെ 21.5%. 2026 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒമാൻ സുൽത്താന്റെ പാസ്പോർട്ട് 2025 59 നിന്ന് 57 ഉയർന്നിരുന്നു. 85 രാജ്യങ്ങളിലേക്ക് ഒമാൻ പൗരന്മാർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. അതേസമയം അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വഴി ഒമാനിൽ നിന്ന് പുറപ്പെടുന്ന രാജ്യക്കാരിൽ ഇന്ത്യക്കാരാണ് മുന്നിൽ. 2025 ഒമാൻ വിമാനത്താവള യാത്രക്കാരുടെ എണ്ണം 2.8% വർദ്ധിച്ച് 1,49,39,209 ആയിരുന്നു. മീഡിയ 1 മസ്കത്ത്. കുവൈറ്റിലെ ഗ്രീൻ ഐലൻഡിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ നിറങ്ങൾ ഒത്തുചേർന്ന ഭാരത് മേള 2026 ശ്രദ്ധേയമായി. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ നടന്ന മേളയിൽ വലിയ ജനപങ്കാളിത്തമാണ് രേഖപ്പെടുത്തിയത്. ടൂറിസ്റ്റ് എന്റർപ്രൈസ് കമ്പനിയുമായി സഹകരിച്ച് അറേബ്യൻ ഗൾഫ് റോഡിലെ ഗ്രീൻ ഐലൻഡിലാണ് ഇന്ത്യൻ എംബസി മേള സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ നിയുക്ത അംബാസഡർ പരിമിത ത്രിപാഠി മേള ഉദ്ഘാടനം ചെയ്തു. എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും നയതന്ത്ര പ്രതിനിധികളും വ്യാപാര സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ നൃത്തസംഗീത പരിപാടികളും പരമ്പരാഗത കലാപ്രകടനങ്ങളും അരങ്ങേറി. ഇന്ത്യൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ ഭക്ഷണ സ്റ്റാളുകളും കൈത്തറി കലാപ്രദർശനങ്ങളും സന്ദർശകർക്ക് പ്രത്യേക അനുഭവമായി. കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമായി വിനോദ പരിപാടികളും പ്രത്യേക കളിസ്ഥലങ്ങളും ഒരുക്കിയിരുന്നു. ഇന്ത്യ കുവൈറ്റ് സൗഹൃദവും സാംസ്കാരിക ഇടപെടലും ശക്തിപ്പെടുത്തുന്ന വേദിയായി ഭാരത് മേള മാറി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിൽ 96 മണിക്കൂർ നീളുന്ന റമദാൻ ക്രസന്റ് ഓഫറുകൾക്ക് തുടക്കമിട്ട് ലുലു ഗ്രൂപ്പ്. 4 ദിവസം നീളുന്ന ഓഫറിൽ മുഴുവൻ വിഭാഗങ്ങളിലും വിലക്കുറവ് ഒരുക്കും. പ്രത്യേക ഓഫറിന്റെ ഉദ്ഘാടനം സിനിമാ താരം ഭാവന നിർവഹിച്ചു. റമദാനുമായി ബന്ധപ്പെട്ടാണ് 96 മണിക്കൂർ നീളുന്ന റമദാൻ ഷോപ്പിംഗ് ഓഫറുകൾക്ക് തുടക്കം കുറിച്ചത്. മലയാളികളുടെ പ്രിയ നടി ഭാവന ഓഫറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സൗദിയിലുടനീളമുള്ള ലുലു ഔട്ട്ലെറ്റുകളിൽ ഓഫർ ലഭ്യമാകും. റമദാൻ ക്രസന്റ് ഓഫറിൽ ഗ്രോസറി, ഫാഷൻ, ഇലക്ട്രോണിക്സ് തുടങ്ങി മുഴുവൻ വിഭാഗങ്ങളിലും ഓഫറുണ്ട്. റെഡി ടു പ്രിപ്പയർ ഫുഡ്സ്, ഡെസേർട്ട്, ചീസ്, കോൾഡ് കട്ട്സ്, കുട്ടികൾക്കായുള്ള പ്രത്യേക ഭക്ഷണ വിഭവങ്ങൾ, ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങൾ, പ്രത്യേക റമദാൻ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായി വലിയ ശേഖരമാണ് ഇവിടെ ഉള്ളത്. ഈ മാസം 18 വരെയായിരിക്കും ഓഫർ ലഭ്യമാവുക. മീഡിയ 1 റിയാദ്. UAE ചോക്ലേറ്റ് വിപണന രംഗത്ത് തുടക്കം കുറിച്ച് ക്രഞ്ച് മാർട്ട്. ആദ്യ ഔട്ട്ലെറ്റ് അബുദാബി ഷാബിയ 10 പ്രവർത്തനം തുടങ്ങി. വൈവിധ്യമാർന്ന ചോക്ലേറ്റുകളുടെ ശേഖരമൊരുക്കിയാണ് ക്രഞ്ച് മാർട്ട് പ്രവർത്തനം തുടങ്ങിയത്. ആയിരത്തിൽ പരം വൈവിധ്യമാർന്ന ചോക്ലേറ്റുകളുടെ ശേഖരമാണ് ക്രഞ്ച് മാർട്ടിൽ പ്രധാന ആകർഷണമായുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ചും റമദാൻ പ്രമാണിച്ചും നിരവധി ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇനാഗ്രേഷനും പിന്നെ റംസാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വലിയ ഓഫറാണ് ആളുകൾക്ക് ഇപ്പോൾ കൊടുക്കുന്നുള്ളത്.
ഡേറ്റ്സ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും ചോക്ലേറ്റ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. വാച്ച്, പെർഫ്യൂം, അത്തർ, ലോഷൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. ഇപ്പോൾ ഫെറോഷർ T24 24.99, അതുപോലെ തന്നെ ലിൻഡർ 200 ഗ്രാമിന് 18.99 ഇപ്പോൾ നമ്മൾ നിലവിൽ കൊടുക്കുന്നുള്ളത്. പിന്നെ മസ്ദൂൾ ഡേറ്റ്സ് ആണെങ്കിൽ ഹാഫ് kg 9.99 കൊടുക്കുന്നുള്ളത്. വിവിധ ഇനം ചോക്ലേറ്റുകൾക്കും സ്വീറ്റുകൾക്കും പുറമെ പ്രീമിയം ക്വാളിറ്റി ഈന്തപ്പഴങ്ങൾ, നട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സുകൾ, വാച്ചുകൾ, പെർഫ്യൂമുകൾ എന്നിവയും ക്രഞ്ച് മാർട്ടിന്റെ പുതിയ ഔട്ട്ലെറ്റിൽ ലഭ്യമാണ്. മീഡിയ 1 അബുദാബി. പ്രമുഖ ഭക്ഷ്യോൽപ്പന്ന ബ്രാൻഡായ നെല്ലറയും ഭീമ ജ്വല്ലറിയും UAE-യിൽ സംഘടിപ്പിച്ച നെല്ലറ ഈറ്റ് പൊറോട്ട റിപ്പീറ്റ് മത്സരത്തിലെ ജേതാവിനെ പ്രഖ്യാപിച്ചു. ശ്രീജിത്ത് കൊഴുങ്ങോടത്താണ് വൻതുകയുടെ സമ്മാനം നേടിയത്. 30,000 ദിർഹം വിലയുള്ള ഡയമണ്ട് നെക്ലസും 10 ഗ്രാം സ്വർണവുമായിരുന്നു സമ്മാനം. മീഡിയ 1 ഷാർജ സഫാരി മാളിൽ സംഘടിപ്പിച്ച സ്റ്റാർ ഷെഫ് പരിപാടിയിൽ ജേതാവിന് സമ്മാനം കൈമാറി. നെല്ലറ CEO ഫസലുർ റഹ്മാൻ, ഭീമ ഡയറക്ടർ നാഗരാജ് റാവു എന്നിവർ സമ്മാനം കൈമാറി. 25,000 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സൗദിയിൽ മീഡിയ 1 മാർക്ക് ആൻഡ് സേവ് സ്റ്റാർ ബേക്കിന് പ്രൗഢമായ സമാപനം. വിവിധ വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിലും സെഷനുകളിലും വനിതകളും കുട്ടികളും അടക്കം 100 കണക്കിന് പേർ പങ്കാളികളായി. റിയാദിലെ ഫ്ലമിംഗോ പാർക്കായിരുന്നു വേദി. മാർക്ക് ആൻഡ് സേവ് മീഡിയ 1 സ്റ്റാർ ബേക്കറിന് സമാപനമായി. റിയാദ് ഫ്ലെമിംഗോ പാർക്കായിരുന്നു വേദി. വിവിധ മത്സരങ്ങളും മേഖലയുമായി ബന്ധപ്പെട്ട സെഷനുകളും പരിപാടിയുടെ ഭാഗമായി. വനിതകളുടെ സാന്നിധ്യത്താൽ സജീവമായിരുന്നു മത്സരങ്ങൾ. അപൂർവ രുചികൾ വിളമ്പിയും പ്രദർശിപ്പിച്ചും സ്റ്റാർ ബേക്കറിൽ നിറഞ്ഞത് സ്ത്രീകൾ തന്നെയായിരുന്നു. മാർക്ക് ആൻഡ് സേവും മീഡിയ 1 ഇനിഷ്യേറ്റ് എടുത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരള മലയാള കമ്മ്യൂണിറ്റിയിലുള്ള കുടുംബിനികളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടിരുന്നതിൻ്റെ ഭാഗമായിട്ട് മീഡിയ 1 അസോസിയേറ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്ന ഈ പരിപാടിക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ആശംസ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം. ഉച്ചക്ക് 2:30 മണി മുതൽ ആരംഭിച്ച മത്സരങ്ങൾ രാത്രി 10 കഴിഞ്ഞും തുടർന്നു. കേക്ക് ബേക്കിംഗ് ആൻഡ് ഡിസൈനിങ്, ഡുവോ ഡിസേർട്ട്, കുക്കി ക്യാൻവാസ്, ലിറ്റിൽ പിക്കാസോ എന്നീ 4 ഇനങ്ങളിലായിരുന്നു പ്രധാന മത്സരങ്ങൾ. നീതു അനൂപ്, ജഫ്രീന ജഫ്ഷിദ്, ഷബീബ നുവൈർ, നൌറീൻ, റയാൻ അലി, തനാസ് ഷാനി തുടങ്ങിയവർ ജേതാക്കളായി. എന്തായാലും സന്തോഷമുണ്ട്. കാരണം മീഡിയ 1 ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിൽ, കാരണം ഞങ്ങളെപ്പോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പങ്കെടുക്കാനൊക്കെ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പങ്കെടുത്തിരുന്നത്, ഞാൻ കുറേ നാളായി റിയാദിൽ, പക്ഷേ ഞാൻ കോമ്പറ്റീഷനൊന്നും അങ്ങനെ പങ്കെടുക്കാറില്ല. എൻ്റെ സെക്കൻഡ് കോമ്പറ്റീഷൻ ആയിരുന്നു മീഡിയ 1. അൽഹംദുലില്ലാ എനിക്ക് 3rd കിട്ടിയിട്ടുണ്ട്. അതിന് ഷെഫള്ളിയും കല്ലൂൻ്റെ എല്ലാം കയ്യിൽ നിന്നാണ് കിട്ടിയത്. ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ത്യയിലുള്ളത്ര ഡെസേർട്ട് എന്തായാലും വേറെ കൺട്രി ഇല്ല. അപ്പോൾ അതിനൊന്നും ഒരു വെസ്റ്റേൺ ഒക്കെ ആക്കിയിട്ട്, എന്തായാലും ഞാനൊരു ഓൾഡ് ജനറേഷനാണ്, ഇവളൊരു പുതിയതും, അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു മിക്സ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ. മത്സരങ്ങൾക്കൊപ്പം ബേക്കിംഗ്, കുക്കിംഗ് മേഖലയിലെ കരിയർ സാധ്യതകളും സ്റ്റാർ ബേക്കറിൽ ചർച്ചയായി. പ്രൊഫഷണൽ കേക്ക് ബേക്കിംഗ്, അതിലെ കരിയർ സാധ്യതകൾ തുടങ്ങിയവ ഐഷ റായ് ഫസൽ പറഞ്ഞു. ഇന്റർനാഷണൽ നിലവാരത്തിൽ പേസ്ട്രി നിർമ്മിക്കാനുള്ള പൊടിക്കൈകളാണ് ഷെഫ് മാഷിദയുടെ സെഷനിൽ ചർച്ചയായത്. പരിപാടിക്ക് നേതൃത്വം നൽകിയത് കല്ലു എന്ന രാജ് കലേഷാണ്. കല്ലുവിനൊപ്പം ഫജീദ ആഷിഖും സ്റ്റാർ ബേക്കറിൽ അതിഥിയായെത്തി. മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും നൽകിയിരുന്നു. നിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. രാജ്യത്തിന്റെ 65-ാം ദേശീയ ദിനവും 35-ാം വിമോചന ദിനവും ഇന്ത്യയിലെ കുവൈത്ത് എംബസി ആഘോഷിച്ചു. ന്യൂഡൽഹിയിലെ എംബസി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞരും സമൂഹ പ്രതിനിധികളും പങ്കെടുത്തു. ഇന്ത്യയിലെ കുവൈത്ത് അംബാസിഡർ മിഷാൽ അൽ ഷമാലി കുവൈത്ത് നേതൃത്വത്തിനും ജനങ്ങൾക്കും ആശംസകൾ നേർന്നു. കുവൈത്ത് ഇന്ത്യ ബന്ധം വിവിധ മേഖലകളിൽ ശക്തിപ്പെടുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ വിപുലീകരിക്കണമെന്നും ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു. ഖത്തറിലെ കൊടിയത്തൂർ സർവീസ് ഫോറം കർഷകശ്രീ അവാർഡുകൾ വിതരണം ചെയ്തു.
സഫ്ന ഫിൽസറിനാണ് പുരസ്കാരം. ആദ്യകാല പ്രവാസി ഉസൈമത്ത് പുരസ്കാരം കൈമാറി. 2ാം സ്ഥാനം നേടിയ ഷഫീഖ് വടക്കേ വീട്ടിലിന് ജാസ് അബ്ദുറഹ്മാൻ പുരസ്കാരം നൽകി. ഇർഷാദ് കാരക്കുറ്റി നവകർഷക പുരസ്കാരവും ഗാർഡനിംഗ് അവാർഡ് ഫക്കീറ അമീനും സ്വന്തമാക്കി. മുജീബ് NK, MA അബ്ദുൽ അസീസ് ഇല്യാസ് തുടങ്ങിയവർ നേതൃത്വം. രാജ്യത്തെ തണുത്ത കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് കുവൈത്ത് കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ താപനിലയിൽ ഗണ്യമായ വർധനയുണ്ടാകുമെന്നും പകൽ സമയത്ത് ചൂട് കൂടുതലായിരിക്കുമെന്നും മുന്നറിയിപ്പ്. മണിക്കൂറിൽ 15 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത. രാത്രിയിൽ കാലാവസ്ഥ തണുത്തതും ഭാഗികമായി മേഘാവൃതവുമായിരിക്കും. വരും ദിവസങ്ങളിൽ പരമാവധി താപനില 34 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് 10 ഡിഗ്രി സെൽഷ്യസും ആകുമെന്നും കണക്കുകൂട്ടൽ. തിരുവനന്തപുരം പള്ളിച്ചലിൽ ശ്രീനാരായണ ഗുരു പ്രതിമ തകർത്തു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാനസികാസ്വാസ്ഥ്യമുള്ളയാളാണ് പ്രതിയെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോലീസ് വാദം ശരിയല്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. പയ്യ അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു തൊഴാൻ എന്തെങ്കിലും വന്നതായിരിക്കുമെന്ന്. അപ്പോഴത്തെ ടക്കന പെട്ടെന്ന് അവിടെ ഒരു കൊടി കെട്ടിക്കായിരുന്നു. ആ കൊടി ഓടിച്ചുകൊണ്ട് ഇതിനകത്തോട്ടങ്ങ് കയറി. അപ്പോൾ ഞാൻ എന്ത് കാരണം നോക്കാൻ വേണ്ടി പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഇത് അടിച്ചു പൊട്ടിച്ചേക്കാം. എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു ഇതില്ലാത്ത രീതിയിൽ, സ്വയബോധം ഇല്ലാത്ത രീതിയിൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ആണ് എൻ്റെ ഡൗട്ട്. ഞാൻ എക്സൈസിലാണ്. ബോധപൂർവം വരാൻ സാധ്യത ഉണ്ട്. എന്ന് പറഞ്ഞാൽ കിടക്കുന്ന ഒരു കീ ചെയിന് വന്നിട്ട് ഒരു മുസ്ലിംസിന്റെ ഇത് വരുന്ന സിമ്പൽ വരുന്ന കീ ചെയിനാണ്. അപ്പോൾ ഇത് അക്ഷയ കൃഷ്ണാനന്ദ് വിശദാംശങ്ങൾ നൽകും. അക്ഷയ, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് നാട്ടുകാർ പറയുന്നത്? വൈകിട്ട് 6:30യോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം പള്ളിച്ചലിലാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് SNDP 10-19 നമ്പർ ശാഖയുടെ ഗുരുദേവ പ്രതിമയാണ് തകർത്തത്. അത് തലയിൽ ഗുരുദേവ പ്രതിമയുടെ തലഭാഗത്ത് ഒരു തേങ്ങ കൊണ്ട് അടിക്കുകയാണെന്നാണ് ദൃക്സാക്ഷിയാണ് പറയുന്ന വിവരം എന്ന് പറയുന്നത്. ഈ സംഭവത്തിൽ ഇയാൾ മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ് പ്രതി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ അവിടെ മറ്റ് തെളിവുകളൊക്കെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കീ ചെയിൻ അവിടെ ഇട്ടിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ഒരു സ്പർദ്ധ വളർത്താൻ തക്കമുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നത് എന്നുള്ള രീതിയിലാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും സംഭവത്തിൽ പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളെ, ഇയാളാണ് പ്രതി എന്നുള്ള രീതിയിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും മറ്റു വിവരങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. സൈഫുദ്ദീൻ. ശരി അക്ഷയ. അഞ്ചുപേർക്ക് പുതുജീവനേകിയ ആലിൻ ഷെറിൻ എബ്രഹാമിന് സംസ്ഥാനത്തിന്റെ ആദരം. ആലിന്റെ സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ആലിന്റെ അവയവങ്ങൾ സ്വീകരിച്ച 2 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്താൻ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശം നൽകിയത്. അവയവദാന രംഗത്ത് ആലിന്റെ മാതാപിതാക്കൾ സൃഷ്ടിച്ചത് മാതൃകയാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. നാളെയാണ് ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതേസമയം ആലിന്റെ കരൾ സ്വീകരിച്ച 6 മാസം പ്രായമായ ത്രിയ എന്ന കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കിംസ് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇരുവൃക്കകളും സ്വീകരിച്ച 10 വയസ്സായ ശ്രേയയുടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചെന്നും ശ്രേയയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. ആലിന്റെ നേത്രപടലങ്ങളും ഹൃദയധമനിയും ആർക്കാണ് നൽകേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മീഡിയ 1 തിരുവനന്തപുരം. റമദാനിൽ സ്വകാര്യ മേഖലയിലെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ച് ഖത്തർ തൊഴിൽ മന്ത്രാലയം. ദിവസം 6 മണിക്കൂറാണ് പ്രവൃത്തി സമയം. ഖത്തർ തൊഴിൽ നിയമത്തിലെ 73-ാം വകുപ്പ് പ്രകാരമാണ് റമദാൻ മാസത്തിലെ പ്രവൃത്തി സമയത്തിൽ പുനഃക്രമീകരണം വരുത്തിയത്. മതം പരിഗണിക്കാതെ എല്ലാ തൊഴിലാളികൾക്കും ഇത് ബാധകമാണ്. റമദാൻ ഇതര മാസങ്ങളിൽ ദിവസം 8 മണിക്കൂറാണ് പ്രവൃത്തി സമയം, ആഴ്ചയിൽ 48 മണിക്കൂറും. കമ്പനികൾക്ക് പ്രവർത്തന സ്വഭാവം അനുസരിച്ച് ജീവനക്കാരുടെ ഷിഫ്റ്റുകൾ ക്രമീകരിക്കാം. നിശ്ചിത സമയത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അധിക വേതനം ഉറപ്പാക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. അതിനിടെ റമദാൻ കാലത്ത് ഖത്തർ ഔഖാഫ് മന്ത്രാലയം വിവിധ സാമൂഹിക പരിപാടികൾ പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി മതപ്രഭാഷണങ്ങളും ഖുർആൻ പാരായണവും ആശുപത്രി സന്ദർശനവും മറ്റു മത്സരങ്ങളും നടക്കും. 3,60,000 പേർക്ക് നോമ്പുതുറ വിഭവങ്ങളും ഒരുക്കും. മീഡിയ 1 ദോഹ.